ശ്രീ ക്യാപ്റ്റൻ പ്രസന്നകുമാർ, അങ്ങ് മുൻ വായുസേന ഉദ്യോഗസ്ഥരാണ്, ഇപ്പോൾ കൊമേഴ്സ്യൽ പൈലറ്റുമാണ്. നമുക്ക് എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്ന് ഇപ്പോൾ കൃത്യമായി പറയാനുള്ള സമയമായിട്ടില്ല. അതിനെപ്പറ്റി അനുമാനങ്ങൾ, നിഗമനങ്ങൾ നടത്തുന്നത് ശരിയല്ല താനും. എങ്കിൽ കൂടിയും ഇത് വളരെ പെട്ടെന്ന് ഈ മേഡേ കോളിന് ശേഷം ഒരു പ്രതികരണം ലഭ്യമാവുന്നതിന് മുമ്പ് പൈലറ്റിനും സഹപൈലറ്റിനും എന്തെങ്കിലും ചെയ്യാനാവുന്നതിന് മുൻപ് തന്നെ മഹാദുരന്തം സംഭവിച്ചു. എന്താകാം അതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക ക്യാപ്റ്റൻ പ്രസന്നകുമാർ? വളരെ ദുഃഖത്തോടെയാണ് ഇന്ന് ഞാൻ ഇതിന് ചേരുന്നത്. കാരണം ഞാൻ ഇവിടെ 12-13 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന സിറ്റിയിലാണ് അപകടം നടന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ആയിരക്കണക്കിന് ടേക്ക് ഓഫ് ഇതേ പാതയിൽ കൂടെ തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട്. അഹമ്മദാബാദില് സമ്മേഴ്സ് വളരെ കാഠിന്യമുള്ളതാണ്. ഇന്നും ടെമ്പറേച്ചർ 39 ഡിഗ്രിയോളം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ സാധാരണഗതിയിൽ എഞ്ചിന്റെ ശക്തി, അതായത് ത്രസ്റ്റ് എന്നാണ് ഞങ്ങളുടെ പാർലൻസിൽ പറയുന്നത്. എഞ്ചിന്റെ ത്രസ്റ്റ് വളരെ ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ഒരു എഞ്ചിൻ ഏത് സമയത്ത് നിലച്ചാലും വിമാനത്തിന് സേഫായിട്ട് ഒന്നുകിൽ നിർത്താനോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് കണ്ടിന്യൂ ചെയ്തിട്ട് തിരിച്ച് സുരക്ഷിതമായി ഇറക്കാനോ ഉള്ള തരം വെയിറ്റ് വിമാനത്തിൽ ഒരു സമയവും ക്യാരി ചെയ്യുകയുള്ളു. അതായത് ഇന്നത്തെ ടെമ്പറേച്ചറും ബാക്കി കണ്ടീഷൻസും വെച്ച് പൈലറ്റുമാർ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും എന്താണ് മാക്സിമം ടേക്ക് ഓഫ്, ലണ്ടനിലേക്ക് പോകുന്നതിന് ആവശ്യമുള്ള ഫ്യൂലും എടുത്തതിന് ശേഷം എത്ര പാസഞ്ചേഴ്സും എത്ര കാർഗോയും കൊണ്ടുപോകാമെന്ന് പൈലറ്റ്മാർ കൃത്യമായി കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടേ വിമാനം ഡിസ്പാച്ച് ചെയ്യാറുള്ളൂ. അപ്പൊ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കണം ചെയ്തിരിക്കുന്നതെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അത് കഴിഞ്ഞ് ഓരോ പൈലറ്റും, പ്രത്യേകിച്ച് എയർ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ട്രഡീഷണലി എയർ ഇന്ത്യയുടെ ട്രെയിനിങ് വളരെ നല്ലതാണ്. സമയാസമയങ്ങളിൽ പൈലറ്റ്സിന് വേണ്ട ട്രെയിനിങ് അവർ കൊടുക്കാറുണ്ട്. നിലവാരം ഇല്ലാത്തവരെ മാറ്റി നിർത്താറുണ്ട്. കറക്റ്റ് ട്രെയിനിങ് വേണ്ടെടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ തൽക്കാലം പൈലറ്റ്സ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മെയിൻ പൈലറ്റും സഹ പൈലറ്റും എയർ ഇന്ത്യയിലെ തന്നെ ദ ബെസ്റ്റ് പൈലറ്റ്സ് ആണെന്ന് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ പറയുന്ന വിമാനം അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ സഹ പൈലറ്റ് ആയിരുന്ന ആളായിരുന്നു ഇപ്പോഴത്തെ മെയിൻ പൈലറ്റ്. ദീർഘമണിക്കൂർ 250 മണിക്കൂർ മതി കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിൽ നിൽക്കെ. അതിനേക്കാളൊക്കെ 10 മടങ്ങ് ദീർഘമണിക്കൂറുകൾ ഓടിച്ച് പരിചയമുള്ള നല്ല എഫിഷ്യന്റ് പൈലറ്റ്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള SOP തകരാറൊക്കെ നയിക്കാൻ ചാൻസ് ഉണ്ടോ, പോസിബിലിറ്റി ഉണ്ടോ സാർ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം ഇപ്പൊ 250 മണിക്കൂർ എന്നെല്ലാം പറഞ്ഞത് ഒരു ബേസിക് കമേഴ്ഷ്യൽ പൈലറ്റ് ആയിട്ട്, അതായത് സഹ പൈലറ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ മാത്രം വേണ്ട സമയമാണ്. ഇദ്ദേഹം 787 തന്നെ 1000 മണിക്കൂറിൽ കൂടുതൽ ഫ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റേ മെയിൻ പൈലറ്റ് എന്ന് പറയുന്നത് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ്സ് ലൈസൻസ് എന്ന് പറയും, ATPL എന്ന് പറയും. ആ ലൈസൻസ് ഉള്ള, അതായത് 8000-ൽ കൂടുതൽ മണിക്കൂർ പരിചയം. സാധാരണഗതിയിൽ ഇതുപോലൊരു വിമാനം നല്ല ട്രെയിനിങ്ങോടെ മികവോടെ പറപ്പിക്കാൻ ശേഷിയുള്ള എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു അവർക്ക്. അപ്പൊ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നിരുന്നാലും വീഡിയോയിൽ കണ്ട്, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ജോയിൻ ചെയ്തപ്പോഴും പറഞ്ഞ ഒരു കമന്റാണ്, ഒരു ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്തിയിട്ടില്ല. ഒരുപക്ഷെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു എഞ്ചിൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ, ഒരു എഞ്ചിൻ ഫെയിൽ ആയതിനു ശേഷം മറ്റേ എഞ്ചിനിൽ ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ ത്രസ്റ്റ് പോയിട്ടുണ്ടെങ്കിലോ, ഉദാഹരണം ബേർഡ് ഹിറ്റ് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, അതായത് വലിയൊരു ഫ്ലോക്ക് എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് വരാം. ചുരുക്കമായിട്ടെങ്കിലും ഇത് നടന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ സല്ലൻബർഗറിന്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. പുള്ളി ന്യൂയോർക്കിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പം നദിയിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നതും എല്ലാം നമുക്കറിയാവുന്ന, മൂവി വരെ ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി. അതൊക്കെ വളരെ ചുരുക്കം ഉണ്ടാവുന്നതാണ്. ഇന്ന് അതാണെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും എന്തെങ്കിലും കാരണവശാൽ ഒരു എഞ്ചിന്റെ തന്നെ പവർ മുഴുവനായും നശിക്കുകയാണെങ്കിൽ ഇത്രയും ഹൈ ടെമ്പറേച്ചേഴ്സിൽ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതിലൊരു നിർണായകമായ ഘടകമാണ് ലാൻഡിംഗ് ഗിയറിന്റെ ഉയർത്തൽ എന്ന് പറയുന്നത്. എന്തോ കാരണവശാൽ ഇന്ന് ലാൻഡിംഗ് ഗിയർ ഈ വീഡിയോയിൽ, പ്രത്യേകിച്ച് ആ CCTVയുടെ വീഡിയോയിൽ ലാൻഡിംഗ് ഗിയർ ഉയർന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു അറ്റംപ്റ്റേ നടന്നിട്ടുണ്ടാവില്ല. അതിൽ നിന്ന് ഒന്ന് അനുമാനിക്കാവുന്നത്, സാധാരണ ഇതിലൊരു 200-400 അടി പൊക്കത്തിലേക്ക് ഉയരുമ്പോൾ ലാൻഡിംഗ് ഗിയർ അകത്തേക്ക് ഉയരുന്നതാണ്. കാരണം സാധാരണഗതിയിൽ പോകുന്നില്ല. രണ്ടാമത്
ഈ പറഞ്ഞ വിദൂര കാഴ്ചയിൽ ഈ ആ ചിറകിന് മുന്നിലെ ഫ്ലാപ്പുകൾ നേരെയിരിക്കുന്നു എന്ന് തന്നെ തോന്നിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരുപക്ഷെ താങ്കൾ പറയുന്ന പോലെ ദുരന്തത്തിലേക്ക് നേരിട്ട് നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എന്തോ കാര്യമായ പ്രശ്നത്തിന്റെ സൂചനയാവാൻ ഇടയുണ്ട് അല്ലേ സർ? ഫ്ലാപ്പിന്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു വിയോജിപ്പുണ്ട്. അതായത് ഈ ആംഗിളിൽ നിന്ന് സാധാരണഗതിയിൽ 787 ഫ്ലാപ്സ് പൊസിഷൻ ഞാൻ അത് ഫ്ലൈ ചെയ്യുന്ന കുറെ പൈലറ്റ്സുമായിട്ട് സംസാരിച്ചു. ഞാൻ ഫ്ലൈ ചെയ്യാറില്ല ഈ വിമാനം. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് 5 degrees ആണ് ഫ്ലാപ്പ് ഡിഫ്ലക്ഷൻ സാധാരണ ടേക്ക് ഓഫിന്, പ്രത്യേകിച്ച് ഹൈ ഓൾ ഓഫ് ബീറ്റ് ഹൈ ടെമ്പറേച്ചറിന്റെ ഈ സിറ്റുവേഷനിൽ 5 degrees എന്ന് പറയുന്നത് ഒരുപക്ഷെ വീഡിയോയിൽ ഇത്രയും ഗ്രെയിനി ആയിട്ടുള്ള ഒരു വീഡിയോയിൽ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. എക്സ്പേർട്സിന് പോലും അത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. 5 degree ഫ്ലാപ്സ് അഥവാ അത് മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് വിമാനങ്ങളിലെല്ലാം എല്ലാ മോഡേൺ വിമാനങ്ങളിലും കോൺഫിഗറേഷൻ വാർണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എന്തെങ്കിലും കാരണവശാൽ ഫ്ലാപ്പ് ലോവർ ചെയ്യാൻ പൈലറ്റ് ടേക്ക് ഓഫിന് മുമ്പ് മറന്നുപോയി കഴിഞ്ഞാൽ പല രീതിയിൽ ആ ടേക്ക് ഓഫ് പ്രിവെന്റ് ചെയ്യുന്നതിന് പൈലറ്റിനെ വാൺ ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്. അത് 777-ലും ഉണ്ട്, കോൺഫിഗറേഷൻ വാർണിംഗ്സ് ഉണ്ട്. 787-ലും ഉണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റി ഏതാണ്ട് എക്സ്ക്ലൂഡ് ചെയ്യാൻ നമുക്ക് വീഡിയോയിൽ എന്തുകൊണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഫ്ലാപ്പിന്റെ ഡിഫ്ലക്ഷൻ. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ലാൻഡിംഗ് ഗിയറിന്റെ പൊസിഷൻ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ട്രെയിനിങ് എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും പൈലറ്റ്സും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് എറർ. ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ക്രിട്ടിക്കൽ, അതായത് ഒരു ഡെസിഷൻ സ്പീഡ് എന്ന് പറഞ്ഞ് V1 ഞങ്ങളുടെ പാർലൻസിൽ പറയും, ഒരു സ്പീഡ് ഉണ്ട്. ആ സ്പീഡിന് അടുത്ത് വെച്ച് എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ വളരെ സ്കിൽ വേണം കൺട്രോൾ ചെയ്യാൻ പ്ലെയിനെ. ഈ ഇതിനകത്ത് ത്രസ്റ്റ് കോമ്പൻസേഷൻ, കോമ്പൻസേഷൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ട് ഈ വിമാനത്തില്. അതായത് ഒരു എഞ്ചിൻ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു സൈഡിൽ നിന്നുള്ള പുൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം തന്നെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന കുറെ കോമ്പൻസേറ്റിംഗ് മെക്കാനിസംസ് ഉണ്ട് ഈ പ്ലെയിനിൽ. അതെല്ലാം കഴിഞ്ഞും പൈലറ്റ് വളരെ കെയർഫുള്ളി സ്പീഡും അതിന്റെ ഡയറക്ഷനും കൺട്രോൾ ചെയ്ത് മാത്രമേ വിമാനത്തിന് സേഫ് ആയിട്ട് ഉയർത്തിയതിനു ശേഷം വീണ്ടും തിരിച്ചിറക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരുപക്ഷെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നതിലുണ്ടായ പാളിച്ചയാകാം. കാരണം വിമാനം ഉയർന്നു കഴിഞ്ഞിരുന്ന ഒരു 400 അടിയോളം എയർപോർട്ടിന്റെ നിരപ്പിൽ നിന്ന് ഒരു 400, ആകെ ഒരു സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 625 അടിയാണ് വിമാനം ഉയർന്നിരിക്കുന്നത്. അപ്പോ 400 അടിയോളം ഉയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലാൻഡിംഗ് ഗിയർ സാധാരണഗതിയിൽ ഉയരേണ്ടതായിരുന്നു, അതിന് സംശയമില്ല. പക്ഷേ എന്താണ് കോക്പിറ്റിൽ നടന്ന സർക്കംസ്റ്റാൻസസ് എന്ന് നമുക്ക് വെളിയിലിരുന്നുകൊണ്ട് ജഡ്ജ് ചെയ്താൽ അത് ക്രൂരമായിരിക്കും. ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ, അതായത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ 1-2 ദിവസത്തിനകം വെളിയിൽ വരും. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല, ഈ വിമാനത്തിന്റെ വീഡിയോസ് ശ്രദ്ധിച്ചെങ്കിൽ അതിന്റെ ടെയിൽ പോർഷൻ വളരെ ഇൻടാക്റ്റ് ആണ്. അപ്പോൾ എല്ലാ റെക്കോർഡേഴ്സും സേഫ് ആണെന്ന് വേണം അനുമാനിക്കാൻ. നമുക്ക് എല്ലാ വിവരങ്ങളും ബോയിങ്ങിന്റെ എക്സ്പേർട്സും ഈവൻ അമേരിക്കൻ NTSB എന്ന് പറയും, നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ്, അവരെല്ലാം ഇതിനകത്ത് ചേർന്ന് പെട്ടെന്ന് തന്നെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്.